നമസ്കാരം. പ്രധാന വാർത്തകൾ. പാചകവാതക വിതരണത്തിലെ ക്രമക്കേട്. ഗ്യാസ് ഏജൻസികളിലേക്ക് രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച്. തൊടുപുഴ രാജീവ് ഭവൻ നിർമ്മാണം ഒക്ടോബർ 14 KPCC പ്രസിഡന്റ് തറക്കല്ലിടും. ഊർജ്ജ സംരക്ഷണം പുതിയ ചുവടുവയ്പുമായി സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. വാർത്തകൾ വിശദമായി. പാചക വിതരണത്തിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കണമെന്നും പാചകവാതക ലഭ്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിലെ പാചകവാതക ഏജൻസികളിലേക്ക് മാർച്ച് നടത്തി. DYFIയുടെയും BJPയുടെയും നേതൃത്വത്തിൽ വെവ്വേറെയാണ് മാർച്ച് നടന്നത്. മുതലക്കോടത്തുള്ള സാഹിബ് ഏജൻസിയിലേക്ക് DYFI ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ച് നടന്നു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നിന്നാരംഭിച്ച മാർച്ച് ഏജൻസിക്ക് സമീപം പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ഏജൻസിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ മാർച്ച് ഇല്ലാത്ത നിയമങ്ങളും ഇല്ലാത്ത സാമൂഹ്യവും മാറിയുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ച് ഇത് കടന്നു വന്നുകൊണ്ട് പ്രതിഷേധ മാർച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത സാമവും ഇല്ലാത്ത നിയമങ്ങളും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കായ ഇത് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത സഹാക്കളെല്ലാം തൊടുപുഴ ജിയോ ഗ്യാസിലേക്കും DYFI മാർച്ച് നടത്തി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഏജൻസിക്ക് സമീപം പോലീസ് തടഞ്ഞു. മാർച്ച് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് G ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് VB ദിലീപ് കുമാർ, KM സലീം, ഷിംനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ വൻകിട കുത്തക മുതലാളിമാരുടെ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കണ്ണു തുറക്കുന്ന ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗും അദ്ദേഹത്തിന്റെ പാർട്ടിയും കൂട്ടുകാരും നമ്മുടെ നാടിന്റെ ജനങ്ങളെയല്ല, സാധാരണക്കാരെയല്ല സ്നേഹിക്കുന്നത്, വിദേശത്തുള്ള കന്നുകാലികളെയാണ് എന്നത് അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾ വിദേശികളാണ് എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ കുറെ പേരുണ്ടെങ്കിലും മൻമോഹൻ സിംഗിന്റെ ബന്ധുക്കൾ പഞ്ചാബിലാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് അമേരിക്കയിലെ കന്നുകാലികൾ താമസിക്കുന്ന ഇടത്താണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ. ഇവിടെ നാട്ടിൽ അരിക്ക് 32 രൂപയാണ്. സുപ്രീം കോടതി പറയുകയാണ് കെട്ടിക്കിടക്കുന്ന അരി പുഴുത്തു പോകാതെ അത് വില കുറച്ച് നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പദ്ധതിയുണ്ടോ സർക്കാരെ എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് ആ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, അത് നോക്കാൻ ഞങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവരുടെ പ്രതിബദ്ധത ആരോടാണ് എന്നതിന്റെ ഉദാഹരണമാണിത്. ഇവിടെ ഈ നാട്ടിൽ പാചകവാതകം യഥാർത്ഥത്തിൽ ക്ഷാമമുള്ളതല്ല. ഇന്ത്യ ഗവൺമെന്റ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ അതിന് എന്തൊക്കെ ന്യായങ്ങളാണ് പറയുന്നത്? നമ്മൾ നാട്ടിൽ രാഷ്ട്രീയം പറയുകയാണ്, ഇക്കാര്യത്തിലെല്ലാം പറയുകയാണെന്നതിൽ ആക്ഷേപിക്കും.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ത്യ പാകിസ്ഥാൻ വഴി ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗ്യാസ് ലൈൻ തുടങ്ങുന്നത്, അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക പറഞ്ഞു. ഉടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു നിർത്തിവെക്കാൻ. ഇറാനിൽ നിന്ന് ഗുണമേന്മയുള്ള വില കുറഞ്ഞ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി പാകിസ്ഥാൻ വഴി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പാചകവാതകത്തിന്റെ ഗ്യാസ് ഏജൻസികളിൽ നടക്കുന്ന കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ തൊടുപുഴ ജിയോ ഗ്യാസ് ഏജൻസിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജില്ലാ പ്രസിഡന്റ് PP സാനു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൌൺസിലർമാരായ TS രാജൻ, PG രാജശേഖരൻ, സിജിമോൻ, നേതാക്കന്മാരായ PG ജയകൃഷ്ണൻ, ബിനു കൈമൾ, ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതം സ്തംഭിക്കുന്ന, നിശ്ചലമാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്യാസിന്റെ ക്ഷാമത്തിലൂടെ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന ക്ഷാമത്തിലൂടെ ഗവൺമെന്റ് ഭരണകൂടം ജനങ്ങൾക്ക് മേൽ അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. ഗ്യാസ് വിതരണത്തിലെ ക്രമക്കേടുകൾ, ഗ്യാസ് ഏജൻസിയുടെ കള്ളക്കളികൾ, അതിന് ഭരണകൂടം ചെയ്തു കൊടുക്കുന്ന ഒത്താശ, ഇതെല്ലാം കണ്ടും കേട്ടും നാം മടുത്തതാണ്. ഇതിന് ഭരണകൂടം ഒത്താശ ചെയ്യുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ കാരണം, ബഹുമാന്യനായ ഇടുക്കിയുടെ MP, അദ്ദേഹം കേന്ദ്ര ഭരണകൂടത്തിന്റെ പ്രതിനിധിയാണെന്ന കാര്യം നാം ഓർക്കുക. MP പ്രഖ്യാപിച്ച പഞ്ചായത്തുകൾ തോറും ഗ്യാസ് ഏജൻസി അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തുകൊണ്ട് ഇതുവരെ ആ നടപടികളുമായി മുൻപോട്ടേക്ക് പോയില്ല? അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ഭരണകൂടത്തിന്റെ ഒത്താശയോടെ വൻകിട ഭീമന്മാരായിരിക്കുന്ന ഗ്യാസ് ഏജൻസികൾ തൊടുപുഴയിലെയും ഇടുക്കിയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ഒക്കെ ഏജൻസി ഉടമകൾക്ക് അളവറ്റ കോടികളുടെ സമ്പത്തുണ്ട്. ആ സമ്പത്തിന്റെ പടിയുടെ വിഹിതം കൂട്ടി വാങ്ങിക്കൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിൽ ഗ്യാസ് ഏജൻസികൾ കൊടുക്കുമെന്ന് പറഞ്ഞ MP അഴിമതി നടത്തിയിരിക്കുകയാണ്, കൊള്ള നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് MP നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപന ലംഘനം, വാഗ്ദാന ലംഘനം അന്വേഷണ വിധേയമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ക്യാൻസർ രോഗബാധിതരായ വൃദ്ധ ദമ്പതികൾ ഉദാരമതികളുടെ കാരുണ്യം അഭ്യർത്ഥിക്കുകയാണ്. അറക്കുളം AKG ഭാഗത്ത് താമസിക്കുന്ന രവി, ശാന്ത എന്നിവരാണ് ചികിത്സിക്കാൻ പണമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. ക്യാൻസർ ബാധിതരായി ദുരിതമനുഭവിക്കുകയാണ് അറക്കുളം AKG കോളനിയിൽ താമസക്കാരായ കാലായുധ് രവിയും ഭാര്യ ശാന്തയും. 3 കൊല്ലമായി ക്യാൻസർ രോഗത്തിന് ചികിത്സയിൽ കഴിയുകയാണ് ശാന്ത. ശാന്തയ്ക്ക് തുണയായിരുന്ന രവിക്ക് 9 മാസം മുൻപ് നട്ടെല്ലിന് ക്യാൻസറാണ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ 3 സെന്റ് ഭൂമി മാത്രം സ്വന്തമായുള്ള ഇവരുടെ ദുരിതം ഇരട്ടിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ വയറിങ്ങനെ വീർത്ത് വരുമായിരുന്നു. അപ്പം എനിക്ക് കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഇരുന്നിട്ട് എഴുന്നേക്കാൻ വയ്യ, ഇങ്ങനത്തെ ഉള്ള അവസ്ഥയൊക്കെ. അപ്പോൾ അങ്ങനെ കാരിക്കോടി വന്നപ്പോഴൊരു പരിശോധന പറഞ്ഞ് ഞങ്ങൾ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇവിടം കൊണ്ട് പറ്റില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി ചികിത്സയാകുമ്പോൾ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു ഞാൻ. ഇപ്പോൾ 3 വർഷമായിട്ട് ആ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ ഭർത്താവിനും ഇനി ഞങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം മെഡിക്കൽ കോളേജിന് പോകണം. ഇപ്പം എൻ്റെ ചികിത്സ മുടങ്ങിയിരിക്കുക. എനിക്ക് ജോലി പെയിൻറ്റിങ്ങാണ്. പെയിൻറ്റിങ് വർക്ക് കിട്ടുന്നതിൻ്റെ ആദായം കൊണ്ട് മിച്ചം വെച്ചാണ് ഇവരെ ഈ ക്യാൻസർ രോഗത്തിന് വേണ്ടി ചികിത്സയ്ക്ക് കോട്ടയത്തിന് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച് അവസാനം വന്നപ്പോഴത്തേനാണ് എനിക്കും ഈ രോഗമായി. എൻ്റെ അസ്ഥിക്ക് രോഗമായി, നട്ടെല്ലിന് രോഗമായിട്ട് അത് എനിക്കിപ്പോൾ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, അത്ര സ്ഥിതിയിലേക്ക് നീങ്ങുവാണ്. ഇവരെയും കൊണ്ട് പോകാനായിട്ട് പറ്റുകയില്ല. മക്കൾക്കാണെങ്കിൽ അതുങ്ങളൊക്കെ കൂലിപ്പണിക്കാരാണ്. സാമ്പത്തികമായിട്ട് യാതൊരുവിധ കഴിവുമില്ല. അവർ കൂലിപ്പണിയെടുത്ത് ഞങ്ങൾക്ക് ചിലവിന് തരുമോ? ആശുപത്രി കൊണ്ടുപോകാനായിട്ട് കാശുണ്ടാകുമോ? അല്ലേ ഞങ്ങൾക്ക് ആഹാരത്തിന് അവരാ തരുന്നു, ഇല്ലെങ്കിൽ പട്ടിണിയുടെ കണ്ടായിട്ട് വരും. കോളനിവാസികളായ ചില സ്ത്രീകളാണ് ഇവരെ പരിചരിക്കുന്നത്. ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ശാന്തമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് ശാരീരികമായി ചെയ്യാൻ പറ്റുന്നത് പലതും ഞങ്ങൾ ചെയ്തു കൊടുത്തു.
ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ട്. എങ്കിലും ജോലിക്ക് പോകുന്ന ഇടസമയങ്ങളിലെല്ലാം ഇവർ രണ്ടുപേരും വന്ന് നോക്കുകയും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശാന്തമ്മയ്ക്ക് രോഗം വന്നറിഞ്ഞ് ഒരു 6 മാസക്കാലമായതേ ഉള്ളൂ. രവിചേട്ടന് ക്യാൻസറാണെന്നറിഞ്ഞു. പിന്നെ എല്ല് സംബന്ധമായിട്ടാണ്. ആ ചേട്ടന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങളെക്കൊണ്ട് അയൽവാസികളിൽ നിന്ന് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും കൂലിപ്പണിക്കാരാണ്. ഇവർക്ക് 2 മക്കളുണ്ടെങ്കിലും മൂത്തയാൾ തിരിഞ്ഞു നോക്കാറില്ല. കൂലിപ്പണിക്കാരനായ ഇളയ മകനാണ് തുണയായിട്ടുള്ളത്. കൂലിവേല ചെയ്ത് കിട്ടുന്ന പണം മരുന്ന് വാങ്ങാൻ പോലും തികയാത്ത സ്ഥിതിയാണ് ഉള്ളത്. എനിക്ക് കൂലിപ്പണിയാണ്, പെയിൻറ്റിങ് വലിയ വർക്കാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന പറ്റുന്ന രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 മാസമായിട്ട് അച്ഛന് നട്ടല് ക്യാൻസറാണ്. ഇപ്പോൾ അതും കടത്തിൻ്റെ ഇതുമായി പണിയെടുക്കുന്ന പൈസയായ മരുന്നിനും ഇതിനാണ് തികയുന്നുള്ളൂ. പണികൾ പരിമിതിയാണ്. അതുകൊണ്ട് എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടിയുണ്ട്, കുട്ടി പഠിക്കുകയാണ്. എനിക്കും വരികൾ കുറയുകയാണ്. 2 പേരെയും കൊണ്ടുപോകേണ്ട ഗതികേടാണ്. പോകണമെങ്കിൽ ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ കാറിനെ പോകാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ ആരെങ്കിലും സഹായിക്കാൻ സന്മനസ്സുള്ള വന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം എനിക്കും കൂലിപ്പണിയാണ്. അപ്പോൾ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എൻ്റെ പണിയിലും രാത്രിയൊക്കെ പകലുമൊക്കെ പണിതാണ് ഞാനിങ്ങനെ അച്ഛനമ്മ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സന്മനസ്സുള്ളവരുടെ സഹായം തേടുന്നു. ഇവരെ സഹായിക്കാൻ നാട്ടുകാർ ചേർന്ന് ഫെഡറൽ ബാങ്ക് മൂലമറ്റം ശാഖയിൽ 6965 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കേരളത്തിലെ പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് PT തോമസ് MP പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡിക്ക് കത്ത് നൽകി. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. സിലിണ്ടർ ലഭിക്കുന്നതിന് 70 ദിവസം വരെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കൂടുതൽ സിലിണ്ടറുകൾ എത്തിച്ച് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാന സ്തംഭമായി മാറും വിധം തൊടുപുഴയിലെ പാർട്ടി ആസ്ഥാന മന്ദിരമായ രാജീവ് ഭവൻ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ മുഴുവൻ പാർട്ടി പ്രവർത്തകരും മുന്നോട്ടിറങ്ങണമെന്ന് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. ഒക്ടോബർ 14 രാവിലെ 11 മണിക്ക് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രാജീവ് ഭവൻ നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് TJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം CP മാത്യു, ജോൺ നെടിയബാല, S അശോകൻ, KV സിദ്ധാർത്ഥൻ, ചന്ദ്രശേഖരൻ പിള്ള, NI ബെന്നി, N രവീന്ദ്രൻ, KM ഷാജഹാൻ, PC ജയൻ, ജാഫർ ഖാൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ ഉള്ള സൗകര്യത്തിൽ മറ്റെല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ആ ഒറ്റ അസൗകര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങൾ ആലോചിക്കാൻ പോകുമ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുമോ എന്നുള്ള സംശയം ബലമായിട്ടുണ്ട് എന്നുള്ളതുമാണ് ഞാൻ എന്തായാലും തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെയും മറ്റെല്ലാ സഹപ്രവർത്തകരെയും ഞാൻ ആദ്യമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അവരെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. അപ്പൊ തൊടുപുഴയെ സംബന്ധിച്ച് 35 ലക്ഷം രൂപയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടാർഗറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളും അവരവരുടേതായിട്ടുള്ള ചുമതലകൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലയിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ അപ്പുറത്ത് കരിമണ്ണൂരിലെ അപ്പുറത്തെ ഞങ്ങളുടെ ശ്രമം നടത്തിയപ്പോൾ ചില മണ്ഡലം കമ്മിറ്റികൾ അറിഞ്ഞിട്ട് പോലുമില്ല ആവശ്യമുണ്ടായിട്ടുള്ളത്. ഒരു പൈസ പോലും കൂടെ കേൾക്കാമെന്ന് വിചാരിക്കാത്ത മണ്ഡലം കമ്മിറ്റി ഒരു പൈസ പോലും. ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം നേതൃത്വത്തിലുള്ള ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ച് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യത്തെ കളക്ഷൻ അങ്ങനെയാണ്. ഇതിന്റെ അകത്തുനിന്ന് തന്നെ പുറത്തേക്ക് പോയി നമുക്ക് ഇത് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടേതായിട്ടുള്ള പങ്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് തൊടുപുഴയിലുള്ള DDE ഓഫീസ് പരിസരം ജീവനക്കാർ ശുചീകരിച്ചു. വാർഡ് കൗൺസിലർ നെജി ഷാഗുൽ ഹമീദ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. DDE അനില ജോർജ്, PS ഇസ്മായിൽ, നസീമ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രിയങ്കരിയായ കൗൺസിലർ ഓഫീസിലെ പരിസരങ്ങൾ രാവിലെ തന്നെ അവരുടെ ജീവനക്കാരെ അയച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. അതിന് പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു.
വഴിത്തല ശാന്തിഗിരി കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ത്രിദിന ചലച്ചിത്ര പഠന ക്യാമ്പ് നടത്തും. 5, 6, 7 തീയതികളിലാണ് ക്യാമ്പ്. ഡിപ്പാർട്ട്മെന്റ് മേധാവി ആൻഡ്രീസ സാബു, അനീഷ് ഉറുമ്പിൽ, കമൽ MG, റിൻഡു ജോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഒരു ബോധവൽക്കരണ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ ബോധവൽക്കരണം നടത്തി സമൂഹത്തിനൊരു സന്ദേശവും ലക്ഷ്യത്തോടുകൂടി ശാന്തിഗിരി കോളേജിൽ ഫിലിം ക്ലബ്ബ് കഴിഞ്ഞ വർഷം തുടങ്ങുകയും അത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയും മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് MSW കോഴ്സ് ശാന്തിഗിരിയിലുണ്ട്. ഇവർ രണ്ടുപേരെയും രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത സഹകരണത്തോടു കൂടിയുള്ള ഫിലിം ക്ലബിന്റെ ഒരു ത്രിദിന ചലച്ചിത്ര പഠന ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ക്യാമ്പ് നാളെ 10:30 ശ്രീ P. ബാലചന്ദ്രൻ, നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ഈ അടുത്തിറങ്ങിയ ട്രിവാൻഡ്രം ലോഡ്ജിൽ വരെ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ കിട്ടിയിട്ട് നാടകൃത്തും ഉള്ളടക്കം പവിത്രം തുടങ്ങിയ ആദ്യകാല മോഹൻലാൽ ക്ലാസിക് സിനിമയുടെ എഴുത്തുകാരനും ഇവൻ മേഘരോഗൻ എന്ന സിനിമയുടെ സംവിധാനം ചെയ്തതിലൂടെ ഈയിടെ കേരള ഗവൺമെന്റിന്റെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് വരെ നേടിയിട്ടുള്ള മികച്ച ചിത്രം. എൻ്റെ ഓർമ്മ ശരിയാണൊരു വ്യക്തതയുണ്ട് എങ്കിൽ പോലും അദ്ദേഹം സാറാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം തുടർന്നുള്ള 3 ദിവസങ്ങളിലായിട്ട് തിരക്കഥാരചന, സംവിധാനം, ക്യാമറ, ഗാനരചന, അഭിനയം, എഡിറ്റിംഗ് തുടങ്ങിയ സിനിമാ സംബന്ധമായ വിവിധ ക്ലാസുകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ വന്ന് കൈകാര്യം ചെയ്യുന്നു. ഒപ്പം ശ്രീ തിലകൻ അനുസ്മരണം, ശരീരനായ തിലകന്റെ ഓർമ്മയ്ക്ക് ഒരു അനുസ്മരണവും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള മരണം മണി മുഴങ്ങുന്നു എന്ന ഡോക്യുമെന്ററി പ്രദർശനവും ഈ ക്യാമ്പിൽ ഉണ്ടായിരിക്കും. കോളേജിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 40 വിദ്യാർത്ഥികൾക്കാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന് പുതിയ ചുവടുവയ്പുമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ. വീടുകളിൽ വൈദ്യുതി ഉപയോഗം ക്രമപ്പെടുത്തി ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനുള്ള പ്രായോഗിക പരിശീലനമാണ് കുട്ടികൾ വഴി കുട്ടികൾക്ക് നൽകിയത്. ഇടുക്കി ജില്ലാ എനർജി കൺസർവേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ശശി മറ്റത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളായ സ്നോബി മാത്യു, ഗോകുൽ S. രാജ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ 800-ൽ പരം കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ ഉപകരണം കൊണ്ടാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത്. കാരണം ഇതിന്റെ പേര് ഗവർണർ എന്നാണ്. ഈ ഉപകരണത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് കറണ്ട് എടുക്കുന്നത്. നമ്മൾ ഒരു ബൾബ് ഇട്ടാൽ ഈ ഗവർണറിന്റെ ഇവിടെ അകന്ന ഒരു ഇച്ചിരി പൊങ്ങി ഇത്തിരി വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് ഒരു ബൾബ് അണച്ചാൽ അത് ഇച്ചിരി കൂടെ അടുത്ത് ഇത് താഴും, പിന്നെയുള്ള വെളിച്ച് മാത്രമേ പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഈ ഗവർണറിന്റെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കിപ്പോ കറണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് പ്രവൃത്തി ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ല, അത് മെയിൻ കാര്യമാണ്. പിന്നെ നമ്മള് ഒരു 10 ബൾബ് ഇട്ടു, 10 ബൾബ് ഇട്ടാൽ ഇത് കുറെ അങ്ങോട്ട് അകന്ന വെള്ളം അതിനോടെ പോകും. നമ്മളിപ്പോ നമുക്കറിയാലോ, നമ്മൾ ഈ ബൾബൊക്കെ ഇട്ടാൽ കറണ്ട് കളയുകയാണ്. പക്ഷെ നമ്മളത് ചെയ്യാതിരിക്കുക, കൂടുതലും കറണ്ട് സേവ് ചെയ്യാൻ നോക്കുക. ഈ പൈപ്പിൽ കൂടെ വെള്ളം ചെന്ന് ഈ ടർബൈനിലേക്ക് ചാടി ടർബൈൻ കറങ്ങിയാണ് കറണ്ട് ആവുന്നത്. അതേസമയം ഈ മെഷീന്റെ ഉപയോഗം നിലച്ചാൽ മൊത്തം നിലയ്ക്കും, പിന്നെ കറണ്ടിന്റെ ഉത്പാദനമേ ഉണ്ടാവില്ല. ഇനി ഇവിടെ കൊടുക്കുന്ന പാരാഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് നമ്മൾ കിടക്കുന്ന 10 മണി തൊട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന 6 മണിക്ക് മുമ്പുള്ള കറണ്ട് എത്ര വാട്ട്സ് എടുക്കുന്നു, എത്ര മെഗാവാട്ട്സ് എടുക്കുന്നു എന്നുള്ള ഒരു പിക്ചോഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചോഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാം 1400 മെഗാവാട്ട്സ് എടുക്കുന്നുണ്ട് ഇവിടെ. അതിനൊക്കെ മേളിൽ പോകുന്നുണ്ട്. നമ്മൾ കിടക്കുമ്പോൾ 1600 വരെ എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഒരു 6 മണി തൊട്ട് പിന്നെ വൈകിട്ട് 6 മണി വരെ ഒരു 1400. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞു വരികയാണ്. 6:30 തുടങ്ങി 7 മണിയോടുകൂടി ഇത് നമ്മുടെ കല്യാണത്തിൽ പൊങ്ങി അങ്ങ് പോയേക്കും. മുതൽക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരാതിയായ ഇംഗ്ലീഷ് അധ്യാപിക മായ സെബാസ്റ്റ്യന്റെ സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കും. പരേത ഏഴലൂർ പരേതനായ എംബോ ദേവസ്യ മഞ്ചപ്പള്ളിയുടെ മകളും മുട്ടം SPT മാനേജർ KA സാബുവിന്റെ ഭാര്യയുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വിതരണത്തിലെ ക്രമക്കേട്, ഗ്യാസ് ഏജൻസികളിലേക്ക് രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച്. തൊടുപുഴ രാജീവ് ഭവൻ നിർമ്മാണം ഒക്ടോബർ 14 KPCC പ്രസിഡന്റ് തറക്കല്ലിടും. ഊർജ്ജ സംരക്ഷണം പുതിയ ചുവടുവയ്പുമായി സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂൾ.
ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു. നന്ദി.